ഇവിടെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനകത്ത് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന ജീവസന്ധാരണ പ്രശ്നത്തെ മുന്നിൽ വെച്ചിട്ടാണ് ആളുകൾ സമരം ചെയ്യുന്നത്. ഇപ്പോൾ എക്സിക്യൂഷൻസിലൂടെ ആളുകളെ ഭയപ്പെടുത്തി പിൻവാങ്ങിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം. അതിനിടയ്ക്ക് വേറെ ചില അനിഷ്ട സംഭവങ്ങൾ പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ആളുകളുടെ അതൃപ്തി ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴാ ഇറാനുമായി ഇടപാട് നടത്തുന്ന രാജ്യങ്ങൾ കൂടി സാങ്ഷൻ ഏർപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ ഇറാനെ കൂടുതൽ ഞെരുക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഈ ഫണ്ടിങ് തടയുക, പ്രോപ്പർ ഫിനാൻഷ്യൽ പരിപാടികളെല്ലാം തടയുക എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ഭരണകൂടം അൺപോപ്പുലർ ആവുമല്ലോ. അപ്പോൾ ശരിക്കും വെയിറ്റ് നമുക്ക് പുറത്തുനിന്ന് കാണാം അത് തകർന്നു വീഴുന്നത് എന്ന മൂഡാണോ അമേരിക്കയ്ക്ക്? നമ്മൾ അമേരിക്കയെ ബ്ലെയിം ചെയ്യുമ്പോഴും ഒരു പരിധിവരെ ശരിയാണ്, സാങ്ഷൻസ് ആണ് ഇതിന് കാരണം. പക്ഷെ അവിടുത്തെ ജനങ്ങൾ ചോദിക്കാൻ പോകുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഈ സാങ്ഷൻസ് ഉള്ളപ്പോഴും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഡേറ്റ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടിക്കണക്കിന് ഡോളറാണ്, ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ 160 കോടി US$ ഓരോ വർഷവും ഹൂത്തികളെയും ഹമാസിനെയും ഹെസ്ബുള്ളയെയും ഇസ്ലാമിക് ജിഹാദ് പോലുള്ള പ്രോക്സികളെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി ഇറാൻ മുടക്കുന്നത്, മിലിറ്ററി ആയിട്ടും മറ്റു കാര്യങ്ങളായിട്ടും. രണ്ടാമത് നമുക്ക് സിറിയയിലെ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കിയാൽ മതി. സിറിയയിൽ ആസാദ് റജീമിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി മുടക്കിയത് ഏകദേശം 500-5000 കോടി ഡോളറാണ്. അപ്പൊ അങ്ങനെ അത്രയധികം ഈ ക്രൈസിസ് നടക്കുമ്പോഴും പണപ്പെരുപ്പം ഉണ്ടാകുമ്പോഴും അൺഎംപ്ലോയ്മെന്റ് കൂടി വരുമ്പോഴും GDP താഴോട്ട് പോകുമ്പോഴും ഇൻഫ്ലേഷനൊക്കെ നിൽക്കുന്ന സാഹചര്യത്തില് ഇത് ചെയ്യാൻ എന്താണ് പ്രേരിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം വരുമ്പോഴത്തേക്കുമാണ് ഇറാൻ ഉത്തരവില്ലാത്തത്. അത് മാത്രമല്ല, ബാക്കിയുള്ള സ്പെൻഡിങ് ശരി, പ്രോക്സികളെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നു ഒക്കെ ശരി, ഉള്ളിലുള്ള സ്പെൻഡിങ്ങിന് മിലിറ്ററിക്കും ഡിഫൻസിനും IRGCനെ മൂർച്ച പിടിപ്പിക്കാനും അവരുടെ സ്റ്റേറ്റ് റൺ മീഡിയ ഓർഗനൈസേഷൻസിനും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് വലിയൊരു ശതമാനം സ്പെൻഡിങ് പോകുന്നത്. അപ്പൊ ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴത്തേക്കും സാങ്ഷൻസിനെ മാത്രം പഴി ചാരാൻ എനിക്ക് തോന്നുന്നു അവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. കാരണം ഈ ഒരു ഡേറ്റ് പുറത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ കറപ്ഷൻ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവർ കാണുകയാണ്. ഈ പറയുന്ന അടിച്ചമർത്തലുകൾ. ഇപ്പൊ അടിച്ചമർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് തന്നെ പറയാം. ഓരോ വർഷത്തെ റയറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രൊട്ടസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ നമ്പേഴ്സ് പോലും കിട്ടില്ല. പക്ഷെ ആയിരക്കണക്കിന് നമ്പേഴ്സാണ് ആളുകൾ അപ്രത്യക്ഷമായി പോയിട്ടുള്ളത്, അവരെ കൊന്നിട്ടുള്ളത്, ജയിലിൽ അടച്ചിട്ടുള്ളത്, ജീവിതം ദുസ്സഹമാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു റെജീമിനെ മാറ്റാൻ ഏതൊരു ജനങ്ങളും ആഗ്രഹിക്കാം, അതിന്റെ കൂടെ എക്കണോമിക് ക്രൈസിസ് കൂടെ വരുമ്പോൾ. പക്ഷെ അതിന്റെ അകത്തൊരു പ്രശ്നം, ഇനി ഇതിന് മുന്നോട്ട് പോലെ ഇറാന്റെ മുന്നിലുള്ള ഓപ്ഷൻസ് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ അവിടെ ഒരു സംശയം നിൽക്കുന്നത് എങ്ങനെയാണ് ഒരു നെഗോഷിയേഷനിൽ ഇറാൻ ഒരു ഫൈനൽ കൺക്ലൂഷനിൽ എത്തുന്നത്. കാരണം അമേരിക്ക ആവശ്യപ്പെടാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം മാത്രമല്ല, ശരിയാണ് ന്യൂക്ലിയർ പ്രോഗ്രാം, യുറേനിയം എൻറിച്ച്മെന്റ് നിർത്തിവെക്കണം എന്ന് ട്രംപ് ആവശ്യപ്പെടുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. ട്രംപും അമേരിക്കയും അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡ് വിശ്വസിക്കുന്നത് ഇറാൻ ഇപ്പോഴും ന്യായമായ രീതിയിൽ ഈ പറയുന്ന പ്രോക്സികളെ തിരിച്ചു വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നു, അവർക്ക് വേണ്ടി മിലിറ്ററി വൈറ്റും ട്രെയിനിങ്ങും കൊടുക്കുന്നു, അത് അവസാനിപ്പിക്കണം എന്നേക്കുമായി എന്നൊരു കണ്ടീഷനൂടെ വെക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ റെജീമിനെ പരമാവധി വീക്കെൻഡ് ചെയ്യുന്നതിന് തുല്യമാണത്. കാരണം അവർ നിലനിൽക്കുന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വീക്കെൻഡ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അവർക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് ആ നെഗോഷിയേഷൻ അവർ സമ്മതിക്കുക എന്നുള്ള ചോദ്യമുണ്ട്. ഈവൻ ഇന്റേണലി ആണെങ്കിലും, ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ഇന്റേണലി ഒരു ഡിസ്കഷൻ നടക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവർക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? ആളുകൾ ജയിലിലുള്ള ആളുകളെ പുറത്തു വിടുന്നു, മരിച്ച ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എക്കോണമി തകർന്നു നിൽക്കുന്നത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? കാരണം അത് തിരിച്ചു കൊണ്ടുവരാൻ ജനങ്ങൾ ആവശ്യപ്പെടുന്നതായിരിക്കും എക്കോണമി പഴയപടി ആക്കുക, ഇൻഫ്ലേഷൻ താത്തുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക, പണപ്പെരുപ്പം താത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുള്ള സൊല്യൂഷൻ സാങ്ഷൻസ് ആണ്. അതിനുള്ള സൊല്യൂഷൻ നെഗോഷിയേഷൻ ആണ് അമേരിക്കയുമായിട്ട്. പക്ഷെ നെഗോഷിയേഷനിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കണ്ടീഷൻസ് ഇറാൻ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത നിലവിൽ കാണുന്നില്ല.